മസിലൊന്നും പിടിക്കണം, നീ ഇത് കളിച്ചോ. നീ എടുക്കുന്ന മസിൽ പിടിക്കും. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ ജയ്ക്കുട്ടിക്ക് 3 വയസ്സാവുകയാണ്. അങ്ങനെ ദൈവം അവനെ എനിക്ക് തന്നിട്ട് 3 വർഷത്തോളമായി. എൻ്റെ ഡെലിവറി ആണെങ്കിലും എൻ്റെ പ്രഗ്നൻസി പീരീഡൊക്കെ ഞാൻ ഓർക്കുമ്പോൾ, പ്രഗ്നൻസി പീരീഡൊന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. എൻ്റെ ഡെലിവറി ആയ സമയത്ത് എനിക്ക് കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചു. ആ സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു അതിശയമാണ്. പക്ഷെ അതിനകത്ത് നിന്നൊക്കെ ദൈവം നടത്തി. അങ്ങനെ എൻ്റെ ജയ്ക്കുട്ടിക്ക് ഇങ്ങനെ 3 വയസ്സായി. ബർത്ത്ഡേ നാട്ടിൽ ആഘോഷിക്കണമെന്ന് എല്ലാവരും ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടി കൂടായിരുന്നു ഞാൻ കുറച്ച് ദിവസം കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തത്. ബലൂണും എല്ലാം തലേ ദിവസം വാങ്ങിച്ചാണ്, പക്ഷെ ഒന്നും വീർപ്പിക്കുകയൊന്നും ചെയ്തില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അവന് വേണമെന്ന് പറഞ്ഞ് കരച്ചിലാവും. പിന്നെ അവനത് പൊട്ടിക്കും. വെറുതെ എന്തിനാ അവനെ കരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതൊന്നും ചെയ്തില്ല. പിന്നെ കസിൻസ് ഒക്കെ വന്നാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത്. ഒരുങ്ങി റെഡി ആയതിനു ശേഷം ഞങ്ങൾ പള്ളിയിലൊക്കെ ഒന്ന് പോയി കേട്ടോ. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങളെ നോക്കി എല്ലാവരും ഇരിക്കുവാണ് കേട്ടോ കേക്ക് മുറിക്കാൻ. ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും കേക്കും ഫുഡും ഒക്കെ എത്തി കേട്ടോ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയുടെ കോണിൽ ചെന്ന് ഇവനെ ജയ്ക്കുട്ട എൻ്റെ കേക്ക് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേക്ക് കാണിച്ചപ്പോഴത്തേക്ക് അവന് ആകെ സന്തോഷമായി കേട്ടോ. അപ്പം തന്നെ അവന് കേക്ക് മുറിക്കണം, കേക്ക് കഴിക്കണം, ആകെ ഒരു ബഹളമായിരുന്നു. പക്ഷെ അന്നേരം മുറിക്കാത്തതിന് കാരണം 1 മണി 12 മണി 1 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, വെള്ളിയാഴ്ച ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പം ആ സമയം ആരും വന്നിട്ടില്ലായിരുന്നു. അപ്പം എല്ലാവരും കൂടെ വന്നിട്ട് കേക്ക് മുറിക്കാമെന്ന് വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മമ്മി പോയി സൂസൻ ആൻറ്റി വിളിച്ചോണ്ട് വന്നതാണ് കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട്. ആൻറ്റി എൻ്റെ പപ്പയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ്റെ പപ്പയുടെ അനിയൻ്റെ ഭാര്യയാണ്. അപ്പം ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആൻറ്റിയാണ് ഞങ്ങൾ എവിടെ യാത്രയ്ക്ക് പോകാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിലും ആൻറ്റിയാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആൻറ്റിക്ക് അടിപൊളിയായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ അറിയാം. അങ്ങനെ മമ്മി പോയി വിളിച്ചോണ്ട് വന്നതാണ് സൂസൻ ആൻറ്റി. എന്നിട്ട് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവൻ്റെ വായിൽ ഓരോ കേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്ഡന് ഭയങ്കര ഇഷ്ടമാണ്. ഇരിപ്പിന് അമ്മേ ഹാപ്പി കേക്ക്, അമ്മേ ഹാപ്പി കേക്ക് എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ ക്രീമിൻ്റെ അല്ല മറ്റേ പ്ലമ്മിൻ്റെ അങ്ങനത്തെയൊക്കെ കേക്ക് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് നടക്കുന്നത് മുഴുവനും. അപ്പം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും വായി വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൻ ഭയങ്കര സന്തോഷമായി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. എൻ്റെ അനിയനൊരു ഫോട്ടോ ഫ്രെയിം കൊണ്ടു തന്നു ഞങ്ങൾക്ക്. ഞാനും ജയ്ക്കുട്ടി അച്ചാച്ചനുള്ള കുറച്ച് ഫോട്ടോസുകൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് ഒരു ഫോട്ടോ ഫ്രെയിം ആക്കി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ശരിക്കും സർപ്രൈസ് ആയിപ്പോയി ഈ ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അവൻ ഇത് തയ്യാറാക്കിക്കൊണ്ട് വരുമെന്ന്. അങ്ങനെ ഇത് അച്ചാച്ചൻ്റെ അനിയനും ജയ്ഡനുമാണ് കേട്ടോ. ജയ്ഡൻ്റെ മാമുദീസയ്ക്ക് അവർ രണ്ടുപേരോട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇത്. അവൻ ലാസ്റ്റ് എടുത്ത ഫോട്ടോ. അപ്പം ആ ഫോട്ടോയാണ് കേട്ടോ അവനത് ഫ്രെയിം ആക്കിക്കൊണ്ട് തന്നെ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അത് ജയ്ഡൻ്റെ കൈ കൊടുത്തിട്ട് അവനെയും കൊണ്ട് നിർത്തി ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ അനിയനാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. എൻ്റെ ബ്രദറാണെങ്കിൽ അവനൊരു ഷൂ മേടിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഷൂ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഷൂ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന്. അപ്പം അവൻ വേണ്ട അത് ഗിഫ്റ്റായിട്ട് അവന് കൊണ്ട് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ്റെ മുഖത്ത് ചിരിയൊക്കെ കണ്ടോ. കാരണം ഷൂ, ടോയ്സ്, പുതിയ ഡ്രസ്സ് ഇതൊക്കെ പിള്ളേർക്കൊരു ഹരമായി. എൻ്റെ കൂട്ടൊക്കെ തന്നെ കേട്ടോ. അവന് ഇതൊക്കെ തന്നെ ഭയങ്കര ഹരമാണ്. ഇത് കണ്ടതും അപ്പം ഇട്ടതാണ് കേട്ടോ. ഇപ്പം തന്നെ ഇട്ട് കൊടുത്തില്ലേ. ഇതാണെങ്കിൽ ആ ദിവസം ഫുള്ളും അതുപോലെ തന്നെ എവിടെ പോയാലും ഈ ഷൂ ഇടത്തുള്ളായിരുന്നു. ഇവിടെ വന്നപ്പോഴും അത് തന്നെ ഇട്ടുകൊണ്ടാണ് വന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഷൂ റാക്കിൽ എടുത്ത് വെച്ചേക്കുവാണ്, എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ബഹളം. അത് തന്നെ ഇട്ട് വീട്ടിൽ നിന്ന് നടക്കണമെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയും സിസ്റ്ററും കൂടി അവനൊരു കൈച്ചെയിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ മമ്മിയുടെ അനിയത്തിയാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ചേച്ചിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള നെയ്ബേഴ്സും ഞങ്ങളുടെ പള്ളിക്കാരും ഒക്കെയാണ് ഇവരൊക്കെ. അപ്പോൾ ആ ചേച്ചിമാരെല്ലാം അവനൊരു ഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ അറിവായി വരുമല്ലേ. അപ്പോൾ അവൻ ഇപ്പോഴല്ല ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ എന്തോ സത്യം പറഞ്ഞാൽ നടക്കുന്നതെന്ന് പോലും അവനറിയില്ല. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളാണെങ്കിൽ
നമ്മളെല്ലാവരും കേക്ക് എടുത്തിട്ടുണ്ട്. കേക്ക് മുറിയും ഗിഫ്റ്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവർക്കും ഓരോ പീസ് കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഓൾറെഡി ഞങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കപ്പിന് ആ ഡിസ്പോസിബിൾ പ്ലേറ്റിനകത്ത് നമ്മളിങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് നിന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം കേക്കൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ കേക്ക് എല്ലാവർക്കും കൊടുത്തു. ഇത് എൻ്റെ കസിനാണ് കേട്ടോ, ബിന്ദുവും ജെയ്സനച്ചായനും. അവരും വന്നിട്ടോ. അവർ പറഞ്ഞ അന്ന് ഒരു പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു വരുമെന്ന്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സും നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സും അവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നാട്ടിൽ ഇവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന്. കാരണം 2 ബർത്ത്ഡേയും ഇവിടെയായിരുന്നു. അത് മാത്രമല്ല അവന് ബർത്ത്ഡേ ആഘോഷിക്കും, കേക്കൊക്കെ മുറിക്കും, എന്തായാലും മുറിക്കും. പക്ഷെ ഇത്രയും ആൾക്കാരെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് അങ്ങനെ കൊടുക്കും, അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചല്ല. പക്ഷെ അവരുടെ എല്ലാവരുടെ ആഗ്രഹം പ്രമാണിച്ചാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തതും കേക്കൊക്കെ ഇത്രയും വലിയ കേക്കൊക്കെ വാങ്ങിച്ചതും. അല്ലെങ്കിൽ ഒരു സാധാ സിംഗിൾ ഒരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലെ കേക്കൊക്കെ വാങ്ങിക്കുള്ളായിരുന്നു. കേക്ക് കൊടുപ്പും കഴിപ്പും എല്ലാം കഴിഞ്ഞ ശേഷം ഫുഡൊക്കെ കൊടുത്തു. ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് മമ്മിക്ക് പരിചയമുള്ള ആരോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, കാറ്ററിംഗ് പോലെ. അത് നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ ഞാൻ വന്ന് കഴിക്കാനിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് അച്ചാച്ചൻ്റെ പപ്പയും മമ്മിയും മമ്മിയുടെ അനിയത്തിയുമാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം കൂടെ ആയിരുന്നു ലാസ്റ്റ് ഇരുന്ന് കഴിച്ചത്. പപ്പ ഓൾറെഡി കഴിച്ചൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ വന്നിരുന്നതാണ്. അപ്പുറത്തിരിക്കുന്ന പപ്പയും ഇപ്പുറത്തിരിക്കുന്ന മമ്മിയാണെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അതാണ് കേട്ടോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു ഐസ്ക്രീം എടുത്ത് കഴിച്ചു. എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുകയും ചെയ്തു കേട്ടോ, ഞാൻ മാത്രമല്ല കഴിച്ചത്. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇത് ഞങ്ങളുടെ മമ്മിയുടെ അനിയത്തിയാണിത്. അപ്പം എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞു, ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ. അന്നത്തെ ദിവസം മുഴുവനും ജയ്ക്കുട്ടിയുടെ ബർത്ത്ഡേ വൈബായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കലും അവന് കിട്ടിയ ഗിഫ്റ്റുകളും ഡ്രസ്സുകളൊക്കെ നോക്കലും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കസിൻസ് ആണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാം ഇങ്ങനെ കുനിഞ്ഞിരിക്കും. എന്ത് ചേച്ചി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്, ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോ ഇതൊന്നും യൂട്യൂബിൽ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. പിന്നെന്താ, ഇത് ജയ്ക്കുട്ടി അടുത്ത ഡ്രസ്സ് ഇട്ടോ. ഇത് എൻ്റെ അനിയൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ്. ഉടനെ തന്നെ ആ ഡ്രസ്സ് ഇട്ടു. കാരണം ഒരുപാട് ഡ്രസ്സ് കിട്ടില്ല, എന്നാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് ഇട്ടതാണ്. ഇതൊക്കെ അവന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ. അവന് ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം മാറ്റി ഇടണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. അപ്പം ഞാനൊരു ഡ്രസ്സൊക്കെ എടുത്ത് കാണിക്കട്ടെ. അവന് കുറച്ച് ടോയ്സും കിട്ടിയിട്ടുണ്ട്, 1-2 ടോയ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാറൊക്കെ ഭയങ്കര ഇഷ്ടം, ജീവനാണ് കാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പോഴേക്കും 4 മണിയായി, എല്ലാവരും പോയി. പിന്നെ വരാനുള്ളവരൊക്കെ പൊഴിഞ്ഞു ഇങ്ങനെ ഓരോരുത്തരായിട്ട് രാത്രി വരെ വരുന്നുണ്ടായിരുന്നു. അപ്പം 4 മണി 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഇവരുടെ വീടുകളിൽ പോകണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും എൻ്റെ കൂടെ കുറെ കമ്പനിക്ക് ഞങ്ങളുടെ ആന്റിമാരും ചേച്ചിമാരും ഒക്കെ കാണും കേട്ടോ. അവരൊക്കെ എപ്പോഴും കാണും. അപ്പൊ ഇവന്മാരൊക്കെ ഇരുന്ന് കളിയാക്കി, ഇവർക്കൊന്നും വേറെ പണിയില്ല, ഇവരാരും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഇവന്മാർ വരത്തില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ചിരി തുടങ്ങും. പിന്നെ ആണെങ്കിൽ ജയ്ക്കുട്ടി പിന്നെ ഇവരുമായിട്ട് എല്ലാം അങ്ങ് സെറ്റായി കേട്ടോ. അപ്പോഴേക്കും മമ്മിയുടെ അനിയത്തി പോകാൻ വേണ്ടി റെഡിയായി. കാരണം 4 മണി 4:30 ആയി. അപ്പോൾ അങ്കിള് നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരിറങ്ങി. അപ്പോൾ അവർ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോയി. അതിനുശേഷം മമ്മിയുടെ വേറൊരു അനിയത്തി ഉണ്ടായിരുന്നു. അവർ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത്. അപ്പോൾ അവരും ഇറങ്ങി. അവർക്ക് ഇത്രയും ദൂരമില്ലേ പിന്നെ പോകാൻ. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. അങ്ങനെ ഞങ്ങളുടെ ജയ്ക്കുട്ടിയുടെ ബർത്ത്ഡേ ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.